PR ഷഫീർ, ഇന്നിപ്പോൾ പ്രതിപക്ഷ നേതാവ് വേദിയിൽ ഉണ്ടാവണമായിരുന്നു എന്നൊരു ജനാധിപത്യ വിശ്വാസി എന്നുള്ളത് ഞാനും ആഗ്രഹിക്കുന്നു. ഉണ്ടായില്ല, തെറ്റാണ്. അവിടെ സ്ഥലം MLA എം വിൻസെൻ്റ് ഉണ്ട്. എം വിൻസെൻ്റ് ആ വേദിയിൽ അദ്ദേഹത്തിൻ്റെ വളരെ മനോഹരമായി എന്ന് പറഞ്ഞാൽ ആ ചടങ്ങിൻ്റെ പ്രൗഢി ഒട്ടുമേ ചോരാതെ ചുരുങ്ങിയ വാക്കുകൾ വളരെ മനോഹരമായി അദ്ദേഹത്തിൻ്റെ അതൃപ്തിയും വിയോജിപ്പും അറിയിക്കുന്നുണ്ട്. പക്ഷേ ഇന്ന് വൈകിട്ട് ഈ നടത്തുന്ന പരിപാടി അത് രാഷ്ട്രീയ പരിപാടിയല്ലേ ശ്രീ PR ഷഫീർ? ഈ വിഴിഞ്ഞം തുറമുഖ പദ്ധതിക്ക് ഒരു പിതാവുണ്ടെങ്കിൽ നാളുകളിൽ ചരിത്രം വിഴിഞ്ഞം തുറമുഖ പദ്ധതിയുടെ ഒരു പിതാവിൻ്റെ പേര് സ്മരിക്കുന്നുണ്ടെങ്കിൽ ആ പിതാവിൻ്റെ പേര് ഉമ്മൻചാണ്ടി എന്നാണ്. ഉമ്മൻചാണ്ടി എന്ന് മാത്രമാണ്. വികസനം ഒരു തുടർച്ചയാണ്. ശ്രീജിത്ത് തിരുനാൾ മഹാരാജാവിൻ്റെ കാലഘട്ടത്തിൽ ആഴമളക്കാൻ ആളിനെ വിട്ടത് മുതൽ ബഹുമാനായ ശ്രീമാൻ കെ കരുണാകരൻ്റെ കാലഘട്ടത്തിൽ തുടങ്ങി വച്ചത് മുതൽ അതിനുശേഷം സഖാവ് EK നയനാർ അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിലൂടെ അത് പഠിക്കാൻ സമിതിയെ വെച്ചത് മുതൽ സഖാവ് VS കാലഘട്ടത്തിൽ 2 കമ്പനികളിലൂടെ ടെൻഡർ ചെയ്യാൻ ശ്രമിച്ചത് മുതൽ ശ്രീമാൻ AK ആൻ്റണിയുടെ ശ്രീമാൻ ഉമ്മൻചാണ്ടിയുടെ കാലഘട്ടം വരെ എത്തി നിൽക്കുന്നവരെ വിവിധ മുഖ്യമന്ത്രിമാർ വിഴിഞ്ഞം തുറമുഖത്തിന് വേണ്ടിയിട്ട് അവരുടേതായ സംഭാവനകൾ നൽകിയിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. മനസ്സിലായില്ലേ? ഇന്നിപ്പോൾ ബഹുമാനായ സഖാവ് പിണറായി വിജയന് ചിലപ്പോൾ തോന്നും ഉമ്മൻചാണ്ടിയുടെ പേര് പരാമർശിക്കാതെ മറ്റേതെങ്കിലും മുഖ്യമന്ത്രിയുടെ പേര് പറഞ്ഞാൽ അത് വല്ലാത്ത ഗാംഭീര്യമാണ്, അതെല്ലാവരും കൂടി അങ്ങ് ഉൾക്കൊണ്ട് കളയും എന്നാണ് ബഹുമാന്യ പിണറായി വിജയൻ താങ്കൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ താങ്കളെ കേരളത്തിലെ ജനങ്ങൾ അക്ഷരം തെറ്റാതെ അല്പത്തരം ചെയ്യുന്നയാൾ എന്നല്ലാതെ മറ്റൊന്നും പറയില്ല. നിങ്ങളത് ഓർമ്മിച്ച് വെച്ചോ. പിന്നെ എതിർ ശബ്ദമുണ്ടാവാതിരിക്കാൻ വേണ്ടി കേന്ദ്ര BJP ഗവൺമെൻറ്റിലെ മന്ത്രിയെ കൊണ്ടുവന്ന് ഉദ്ഘാടനം ചെയ്യുന്നൊരു വേദിയിൽ, അത് തെറ്റൊന്നുമല്ല കേട്ടോ, ആ വകുപ്പ് മന്ത്രി വരേണ്ടതാണ്. ആ വേദിയിൽ കേരളത്തിൻ്റെ ക്യാബിനറ്റ് റാങ്കുള്ള പ്രതിപക്ഷ നേതാവിനെ ആ വേദിയിലേ കൊണ്ടുവരണ്ട എന്നാണ് തീരുമാനിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ പേരും അല്പത്വം എന്നല്ലാതെ മറ്റൊന്നല്ല പിണറായി വിജയൻ. ജനങ്ങൾ ഇതൊക്കെ കാണുന്നുണ്ട്. പിണറായി വിജയൻ, നിങ്ങളുടെ ഈ അഹങ്കാരവും നിങ്ങളുടെ ഈ ധിക്കാരവും നിങ്ങളുടെ ഈ വിവേചനവും നിങ്ങളുടെ ഈ താഴ്ത്തിക്കെട്ടലുകളും എല്ലാം കേരള ജനത കണ്ടതുകൊണ്ടാണല്ലോ നിങ്ങളിപ്പോൾ അമ്പയെ പരാജയപ്പെട്ട് പടുകുടിയിൽ വീട് കിടക്കുന്നത്. ഇതിനേക്കാൾ ദയനീയമായിരിക്കും വരാൻ പോകുന്ന ഭാവി കാലങ്ങൾ. ഞാൻ ഇനി പോയിന്റിലേക്ക് വരാം. ഇന്ന് ബഹുമാനായ ശ്രീ AM ഷംസീർ, കേരളത്തിലെ നിയമസഭാ സ്പീക്കർ, എനിക്ക് കേരളത്തിലെ ജനതയോട് അദ്ദേഹത്തിനോട് നന്ദി പറയാൻ ആഗ്രഹിക്കുകയാണ്. പിണറായി വിജയനെ പോലെ ഒരു ഘടാഘടിനായ മുഖ്യമന്ത്രിയുടെ മുമ്പ് ഇരുത്തി തുലോം അദ്ദേഹത്തിനേക്കാൾ ജൂനിയറും എന്നാൽ ഇപ്പോൾ രാഷ്ട്രീയ കാര്യങ്ങളിൽ ഇല്ലാത്ത ആളുമായ ബഹുമാന്യ സ്പീക്കർ ഷംസീർ അദ്ദേഹം പറഞ്ഞ ഒരു വാചകം മാത്രം മതി ഇതിൻ്റെ ആത്മാവ് പരിശോധനയിലേക്ക് പോകാൻ. ഉമ്മൻചാണ്ടിയുടെ ഉമ്മൻചാണ്ടി എന്ന മനുഷ്യൻ്റെ ആത്മസമർപ്പണം ഓർക്കാതെ ഈ ചരിത്ര നിമിഷം പൂർണ്ണമാകുകയില്ല എന്ന ഒറ്റ വാക്കിലൂടെ സ്പീക്കർ AM ഷംസീർ ഇന്ന് മാൻ ഓഫ് ദി മാച്ച് ആയിരിക്കുകയാണ്. അഥവാ പിണറായി വിജയൻ എന്ന് പറയുന്ന അല്പം തരം കാണിച്ച മുഖ്യമന്ത്രി അദ്ദേഹം ഇത് റദ്ദ് ചെയ്തിരിക്കുകയാണ് എന്ന് ഞാൻ ഈ അവസരത്തിൽ പറയാൻ ആഗ്രഹിക്കുന്നു. ഇനി എന്താണ് ഉമ്മൻചാണ്ടി? സഖാവ് VS പോലെയാണോ? ബഹുമാന്യ ശ്രീമാൻ AK ആൻ്റണിയെ പോലെയാണോ? സഖാവ് നയനാരെ പോലെയാണോ? അദ്ദേഹം വിഴിഞ്ഞം തുറമുഖത്തിൽ വെറുതെ ഒന്ന് പരാമർശിക്കപ്പെടേണ്ട ആളാണോ ഹഷ്മി? ബഹുമാന്യ ശ്രീ SK സജീഷ് അങ്ങനെയാണോ? അല്ലല്ലോ. ഇല്ല. എന്താണ് കാര്യം പറഞ്ഞു തരാം. 2013 വരെ ഇഴഞ്ഞു നടന്നു. പല കമ്പനികൾ വന്നു, ബിഡ് സമർപ്പിക്കാൻ വന്നു, കേസിൻ്റെ നൂലാമാലകളിൽപ്പെട്ടു. ചൈനീസ് കമ്പനിയാണെന്ന് പറഞ്ഞുകൊണ്ട് പ്രതിരോധ വകുപ്പ് ഉടക്കി നിന്നു. അങ്ങനെ പലതുണ്ടായി. പക്ഷേ ഉമ്മൻചാണ്ടി ചെയ്തെന്നാണെന്നറിയുമോ? 2013 ആദ്യമായി ഇതുമായി ബന്ധപ്പെട്ട് ഒരു ആഗോള ടെൻഡർ രണ്ടാമത് വീണ്ടും വിളിച്ച മുഖ്യമന്ത്രിയുടെ പേര് ഉമ്മൻചാണ്ടി. 2013 തന്നെ വയബിലിറ്റി ഗ്യാപ്പ് ഫണ്ട് അഥവാ VGP എന്ന് പറയുന്ന ഒരു പ്രത്യേക സംവിധാനം കേന്ദ്രവുമായി ബന്ധപ്പെട്ട ഫണ്ടാണ്. ആ ഫണ്ട് ഇന്ത്യയിലെ തുറമുഖങ്ങളിൽ ഒരേ ഒരു തുറമുഖത്തിന് മാത്രമേ കിട്ടിയിട്ടുള്ളൂ. അത് ഉമ്മൻചാണ്ടിയുടെ ശ്രമഫലമായി അന്നത്തെ കേന്ദ്ര സർക്കാരിൽ ശ്രീ ഡോക്ടർ മൻമോഹൻ സിംഗിനെ സ്വാധീനിച്ചുകൊണ്ട് ഉമ്മൻചാണ്ടി ഉണ്ടാക്കിയെടുത്തതാണ് വയബിലിറ്റി ഫണ്ട്. അതിനുശേഷമോ 2013 ജനുവരി മാസം 3-ാം തീയതി കേന്ദ്ര സർക്കാരിനെ ഉപയോഗപ്പെടുത്തി, അത് ജയറാം രമേശൊക്കെ സഹായിച്ചിട്ടുണ്ട്, പരിസ്ഥിതി മന്ത്രാലയത്തിൻ്റെ അനുവാദം വാങ്ങിച്ച മുഖ്യമന്ത്രിയുടെ പേര് ഉമ്മൻചാണ്ടി. 2013 തന്നെ ആസൂത്രണ കമ്മീഷന്റെ സാമ്പത്തിക കാര്യ സമിതിയെ കൊണ്ട് അംഗീകാരം നേടിയ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി.
അതിനുശേഷം കേന്ദ്ര ധനകാര്യ വകുപ്പിനെ കൊണ്ട് ധനകാര്യ കമ്മിറ്റിയുടെ സപ്പോർട്ട് വാങ്ങിയ മുഖ്യമന്ത്രിയുടെ പേര് ഉമ്മൻചാണ്ടി. തീർന്നില്ല. അതിനൊക്കെ എല്ലാത്തിനും ശേഷം നിങ്ങൾക്കറിയാം, പാരിസ്ഥിതിക പഠന റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് സമഗ്ര ചർച്ചകൾ തുടങ്ങി വെച്ചപ്പോൾ പാരിസ്ഥിതിക റിപ്പോർട്ടിനെതിരായി കോടതിയിൽ പോയി ഫൈറ്റ് ചെയ്ത് പാരിസ്ഥിതിക അനുമതി നിലനിർത്തിയ മുഖ്യമന്ത്രിയുടെ പേരും ഉമ്മൻചാണ്ടി എന്നാണ്. തീർന്നില്ല. 250 ഏക്കർ സ്ഥലം ഏറ്റെടുക്കേണ്ടി വന്നു. 250 ഏക്കർ സ്ഥലത്ത് 10,000-കണക്കിന് ആളുകൾ തിങ്ങിപ്പാർക്കുന്ന വിഴിഞ്ഞ പോലെ സെൻസിറ്റീവായ സ്ഥലത്ത് നിന്നും 250 ഏക്കർ സ്ഥലം ഒരു തുള്ളി രക്തം ചിന്താതെ, ഒരു സമരം വരാതെ ജനങ്ങളെ കൊണ്ട് തുടക്കത്തിൽ പറഞ്ഞു. എന്തുകൊണ്ട് താങ്കൾ തുടക്കത്തിൽ പറഞ്ഞു ഉമ്മൻചാണ്ടിയുടെ പങ്ക് താങ്കൾ പറഞ്ഞു. നമുക്ക് അടുത്ത ആളുകളിലേക്ക് പോയി ഞാൻ വീണ്ടും അവസാനിപ്പിക്കാന്നേ. ഇല്ലില്ല, ഞാൻ ഈ ഘട്ടം കഴിഞ്ഞോട്ടെ, ധൃതി പിടിക്കല്ലേ. ലത്തീൻ സഭയെ ഞാൻ ആ കാര്യത്തിൽ നന്ദി അറിയിക്കുകയാണ്. ലത്തീൻ സഭയുടെ കൂടി വിശ്വാസത്തോടു കൂടി 250 ഏക്കർ സ്ഥലം വിഴിഞ്ഞം തുറമുഖത്തിന് വേണ്ടിയിട്ട് കണ്ടുകെട്ടി നഷ്ടപരിഹാരം കൊടുത്ത മുഖ്യമന്ത്രിയുടെ പേര് ഉമ്മൻചാണ്ടി. 750 കോടിയിൽ പരം രൂപയുടെ മത്സ്യത്തൊഴിലാളികളുടെ പാക്കേജ് നടപ്പിലാക്കാൻ ഫണ്ട് പിന്നെ ബഡ്ജറ്റിലൂടെ പ്രഖ്യാപിക്കുക മാത്രമല്ല അനുവദിച്ച മുഖ്യമന്ത്രിയുടെ പേര് ഉമ്മൻചാണ്ടി. എന്നിട്ടോ ആരും കരാർ ഏറ്റെടുക്കാൻ വരാതെ വന്നപ്പോൾ, ആരും വരില്ല എന്ന് ഉറപ്പ് വരുത്തിയപ്പോൾ നിങ്ങൾ ആലോചിക്കണം, UPA ഗവൺമെന്റിലെ പ്രമുഖരായ പാർട്ടി നേതാക്കന്മാർ വിയോജിച്ചിട്ട് പോലും അദാനിയെ നേരിട്ട് കണ്ട് ഈ ബിഡിൽ പങ്കെടുക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ച് ബോധ്യപ്പെടുത്തി അദാനിയെ ബിഡിൽ കൊണ്ടുവന്ന നേതാവിന്റെ പേര് ഉമ്മൻചാണ്ടി. എന്നിട്ടോ ആ ബിഡ് തുറന്നു വെച്ചതിന് ശേഷം നിങ്ങൾക്കറിയാം, കൺസിലിയേഷൻ നടത്തി സംസ്ഥാനത്തിന്റെ താല്പര്യത്തിനനുസൃതമായി ഈ കരാറിനെ രൂപപ്പെടുത്തിയ നേതാവ് മുഖ്യമന്ത്രി ആ കരാർ ഉമ്മൻചാണ്ടിയുടെ പങ്കൊന്നും ആരും നിരാകരിക്കുന്നില്ല. നിങ്ങൾ കാണുന്ന ഉമ്മൻചാണ്ടിയെ മാത്രമാണ്. ഈ പദ്ധതി രണ്ട് പിണറായി സർക്കാരുകളുണ്ട് എന്ന് പറയുന്ന കേരളത്തിലെ മുഖ്യമന്ത്രിക്ക്, ഈ രണ്ട് പിണറായി സർക്കാരുകൾ ഉണ്ടെന്നേ. പിണറായി വിജയൻ എന്ന് പറയുന്ന കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് ഉമ്മൻചാണ്ടി ഇട്ട തറക്കല്ലിൽ നിന്നും ഉമ്മൻചാണ്ടി രൂപപ്പെടുത്തിയ കരാറിൽ നിന്നും അദ്ദേഹത്തിന്റെ ടെനോറിൽ, അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ ആ വികസന പ്രവർത്തനത്തെ മുന്നോട്ട് കൊണ്ടുപോകാതിരിക്കാൻ കഴിയാത്ത വണ്ണം കാര്യങ്ങൾ ക്രമീകരിച്ച് ഉറപ്പുവരുത്തിയ ഈ പദ്ധതിയുടെ പറഞ്ഞു. ഞാൻ സജീഷ് മറുപടി